സോ ഏതായാലും ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്ക് രംഗനാഥ ലീലകൾ. സോ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യാം. ശ്രീ രംഗനാഥ് ഭഗവാൻ കീ ജയ്. സോ ഇന്ന് നമ്മൾ രംഗനാഥൻ്റെ ലീലകളിൽ രംഗനാഥ് എങ്ങനെ രാമാനുജാചാര്യൻ്റെ അടുത്ത് വേറെ വേറെ ഡിവോട്ടീസിൻ്റെ അടുത്തൊക്കെ രംഗനാഥ് എങ്ങനെ ഡീൽ ചെയ്തു, എസ്പെഷ്യലായിട്ട് നമ്മളെ നമ്പെരുമാൾ, ശ്രീരംഗത്തുള്ള നമ്പെരുമാൾ എന്നുള്ള ഭഗവാൻ ഭക്തന്മാരുടെ അടുത്ത് വളരെ മധുരമായിട്ട് സംസാരിക്കാറുണ്ട്. ചില സമയത്ത് ഭഗവാൻ ഭക്തന്മാരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവരെ കൂടെ നല്ല നല്ല ഡിവോട്ടീസ്, നല്ല പവിത്രമായ ഭക്തന്മാർ വരുമ്പോൾ അവരെ കൂടെ ഇറങ്ങിപ്പോകുന്നു ഭഗവാൻ ആൾട്ടൻ്റെ ഉള്ളിൽ നിന്ന്. ഇറങ്ങിപ്പോയിട്ട് അവസാനം പൂജാരി വന്നിട്ട് അകത്തുവന്ന് നൈവേദിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭഗവാൻ ആൾട്ടറിൽ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ പുറത്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഹേ രംഗ എവിടെയാണ് നീ പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ നമ്പെരുമാൾ അത് കേട്ടിട്ട് ഓടി വരുന്നു. സോ ഇപ്പോഴും അതുകൊണ്ട് ശ്രീരംഗത്തിലൊരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ഇങ്ങനെ കൈ വെച്ച് എല്ലാവരും രംഗാ രംഗാ എന്ന് വിളിക്കും ഒരു സ്ഥലത്ത്. അത് വിളിക്കുമ്പോൾ അതിൻ്റെ എക്കോ കേൾക്കാം ആ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ഭക്തന്മാരുടെ അടുത്ത് വളരെ മധുരമായി ഡീൽ ചെയ്യുന്ന ഭഗവാനാണ് നമ്പെരുമാൾ ശ്രീരംഗനാഥൻ. എസ്പെഷ്യലായിട്ട് രംഗനാഥന് അധികം സംസാരിക്കുന്ന 3 പേര്, രാമാനുജാചാര്യ, പിന്നെ വേദാന്ത ദേശികൻ, പിന്നെ പരാശര ഭട്ടർ ഉണ്ട്. ഇങ്ങനെ 3 പേർക്ക് അധികം സംസാരിക്കത്ര, വളരെ സ്വീറ്റായിട്ട്. അതായത് ഈ പരാശര ഭട്ടർ എന്നുള്ള പറയുന്ന ഡിവോട്ടി ഈ കൂറത്താഴ്വാൻ പറഞ്ഞ ഒരു ഗ്രേറ്റ് ഡിവോട്ടിയുടെ മകനായിരുന്നു പരാശര ഭട്ടർ. അപ്പോൾ കൂറത്താഴ്വാൻ്റെ ഹിസ്റ്ററി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശരി, ഏതായാലും ഷോർട്ടായിട്ട് പറയാം കൂറത്താഴ്വാൻ്റെ സ്റ്റോറി. കൂരേഷ് എന്ന് പറയും നമുക്ക് സംസ്കൃതത്തിൽ, കൂരേഷ്. അതായത് നമ്മളെ കാഞ്ചീപുരത്തിൻ്റെ അടുത്ത് കൂരം പറഞ്ഞൊരു സ്ഥലമുണ്ട്. കൂരം ഇപ്പോഴും ഉണ്ട് ആ സ്ഥലം. കാഞ്ചീപുരത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലൊക്കെ ഉണ്ടാവും. അവിടെയുള്ള ഒരു റിച്ച് കൂരേഷ്, യേശ് എന്ന് വെച്ചാൽ ഈശ്വരൻ, കൂരത്തിലൊരു റിച്ചായിട്ട് വളരെ റിച്ചായിട്ടുള്ള ഒരാളാണ് കൂരേഷ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ വെച്ചാൽ ദിവസം ഈ വൈഷ്ണവന്മാർക്കും ബ്രാഹ്മിൺസിനും വരുന്ന ആൾക്കാർക്കൊക്കെ ഫുള്ള് അന്നദാനം കൊടുക്കുന്നു. എങ്ങനെയാണ് ഇത്ര അന്നദാനം കൊടുക്കുക? സ്വർണത്തിൻ്റെ പ്ലേറ്റിൽ വരുന്നവർക്കൊക്കെ ഓരോരോ സ്വർണ്ണ പ്ലേറ്റ്, അതിൽ ഫുൾ വെറൈറ്റി ഓഫ് പ്രസാദം. അപ്പോൾ ആ പ്രസാദം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ വേണമെങ്കിൽ ആ പ്ലേറ്റ് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് അവരങ്ങനെ പോകാമെന്ന്. അങ്ങനെ അന്നദാനം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അന്നദാനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ആ അന്നദാന ഛത്രത്തിൻ്റെ വാതിലടയ്ക്കണം. അപ്പോൾ വാതിലടയ്ക്കുന്ന സമയത്ത് അന്നത്തെ കാലത്തേക്ക് ഈ വാതിലിങ്ങനെ വലിയ വലിയ ബെല്ലുകൾ, മണികളിങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അപ്പോൾ വാതിലിങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ടങ് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ആ സൗണ്ട് നമ്മളെ കാഞ്ചീപുരത്തുള്ള വരദരാജസ്വാമി ടെമ്പിളിൽ ആ സൗണ്ട് കേൾക്കും. സൗണ്ട് കേട്ടിട്ട് ആ ലക്ഷ്മി ദേവി, പെരുന്തേവി തായാർ എന്ന് പറയും കാഞ്ചീപുരത്തിൽ, ദേവിയുടെ പേര് പെരുന്തേവി തായാർ, വളരെ മെർസിഫുള്ളാണ്. ആ പെരുന്തേവി തായാർ അവിടെ കാഞ്ചീപൂർണ പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ട്. ആ ഡിവോട്ടിനോട് വരദരാജസ്വാമിനോട് ചോദിക്കും, ലക്ഷ്മിദേവി വരദരാജസ്വാമിനോട് ചോദിക്കും, സ്വാമി എന്താണ് ഈ സൗണ്ട്, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? അപ്പോൾ വരദരാജസ്വാമി ഒന്നും അറിയാത്ത മാതിരി തൻ്റെ ഭക്തനായ കാഞ്ചീപൂർണയോട് ചോദിക്കും, എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന്. അപ്പോൾ കാഞ്ചീപൂർണ എന്നുള്ള ആ ഭക്തൻ പറയും, ഇതിവിടെ കൂരേഷ് പറഞ്ഞൊരു ഭക്തനുണ്ട്, അദ്ദേഹം ദിവസം വളരെ റിച്ചായിട്ടുള്ള പേഴ്സണാണ്, ഭയങ്കര റിച്ചാണ്, ഭയങ്കര പണക്കാരനാണ്. അദ്ദേഹം ദിവസം അന്നദാനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാതിലടയ്ക്കുന്ന ആ സൗണ്ടാണെന്ന്. അപ്പോൾ ലക്ഷ്മിദേവി, ആഹാ അത്ര സാമ്പത്തിക റിച്ചായിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ടാവും, എന്നാൽ എനിക്ക് അയാളൊന്ന് കാണണമല്ലോ പറയും ലക്ഷ്മിദേവി. അപ്പോൾ ഉടൻ തന്നെ കാഞ്ചീപുരം പോയി കൂറത്താഴ്വാൻ്റെ അടുത്ത് പോയി, കൂറത്താഴ്വാൻ കുരേഷ് നിന്നെ കാണാൻ വേണ്ടി ലക്ഷ്മിദേവി ആഗ്രഹിക്കുന്നുണ്ട് പറയും. അപ്പോൾ കൂരേഷ് വിചാരിക്കും, അയ്യോ എന്നെ ലക്ഷ്മിദേവി ഒരു ഭഗവാന്റെ രാമാനുജാചാര്യൻ്റെ ഒരു ദാസനായിട്ടൊരു ഭക്തനെ സർവൻ്റായിട്ട് കാണാതെ എന്നെ ഒരു റിച്ച് പേഴ്സണായിട്ടാണ് ലക്ഷ്മിദേവി എന്നെ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള റിച്ച് എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ഒരു പൈസ എനിക്ക് സമ്പത്തിയും എനിക്ക് വേണ്ട പറഞ്ഞിട്ട് ആ സ്വത്തുക്കളൊക്കെ എടുത്ത് വൈഷ്ണവന്മാർക്കും ബ്രാഹ്മിൺസിനും ഭക്തന്മാർക്കും ഒക്കെ എടുത്ത് ദാനം കൊടുത്തു എന്ന് കൂരേഷ്. എല്ലാം മുഴുക്കൊരു തുളസി എടുത്ത് വെച്ചിട്ട് എല്ലാം എടുത്ത് ഭക്തന്മാർക്ക് കൊടുത്തു, എല്ലാം ദാനം കൊടുത്തിട്ട് ഭാര്യയും കൂട്ടിയിട്ട് ഉടൻ തന്നെ കാഞ്ചീപുരത്ത് പോയില്ല, നേരെ ശ്രീരംഗത്തേക്ക് വന്ന് രാമാനുജാചാര്യയ്ക്ക് സറണ്ടറായി, രാമാനുജാചാര്യൻ്റെ ശിഷ്യനായി ശ്രീരംഗത്ത് കഴിഞ്ഞു കുരേഷ്. അപ്പോൾ കാഞ്ചീപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭാര്യയുടെ കയ്യിൽ ഒരേ ഒരു പ്ലേറ്റ്, ഒരു സ്വർണത്തിൻ്റെ ഒരു പ്ലേറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് എവിടെയെങ്കിലും വഴിയിൽ എന്തെങ്കിലും വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെങ്കിൽ ഒരു പ്ലേറ്റ് വേണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റ് മാത്രം ആ ഭാര്യ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂറത്താഴ്വാൻ്റെ ഭാര്യയുടെ പേരും ആണ്ടാൾ എന്നാണ്.
ആണ്ടാൾ പറഞ്ഞൊരു ആഴ്വാറുണ്ട്, അത് വേറെ. ഇവിടെ കൂരത്തേഴ്വാൻ്റെ ഭാര്യയുടെ പേരും ആണ്ടാളായിരുന്നു. അപ്പോൾ ഈ ആണ്ടാളും അങ്ങനെ ഈ സ്വർണത്തിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ കാട്ട് വഴി കൂടെ രാത്രി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊടും കാട്ടിൻ്റെ നടുക്ക് എത്തിയപ്പോൾ ഈ ഭാര്യ ചോദിച്ചു കുരേഷിൻ്റെ അടുത്ത്, സ്വാമി ഈ കാട്ടിലൊന്നും പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ കുരേഷ് പറയും, നമ്മളെ കയ്യിൽ എന്തെങ്കിലും വില പിടിച്ച സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിലല്ലേ നമുക്ക് പേടി. നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും ആരെയും പേടിക്കേണ്ട, ഒരു കള്ളന്മാരെയും ഒന്നും പേടിക്കേണ്ട. അങ്ങനെ പറയും. ആ ശരി പറയും. എന്നിട്ട് കുരേഷ് ചോദിക്കും ഭാര്യയോട്, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും വില പിടിച്ചുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഭാര്യ പറയും, വില പിടിപ്പ സാധനം ഒന്നുമില്ല, ഒരേ ഒരു പ്ലേറ്റ് മാത്രമുണ്ട്, ഒരു സ്വർണത്തിൻ്റെ പ്ലേറ്റ് മാത്രമുണ്ട്. അത് എവിടെയെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി വിളമ്പാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പറയും. കുരേഷ് പറയുന്നത് അതിങ്ങോട്ട് തന്നേ പറഞ്ഞിട്ട് ആ പ്ലേറ്റ് വാങ്ങിക്കും. വാങ്ങിയിട്ട് ആ പ്ലേറ്റ് വാങ്ങി കാട്ടിൻ്റെ ഉള്ളിൽ വലിച്ചെറിയും. ആ പ്ലേറ്റ് വലിച്ചെറിഞ്ഞിട്ട് പറയും, ഇനി നമുക്കൊന്നും പേടിക്കാമല്ല, നമ്മൾ ഹാപ്പി ആയിട്ട് പോകാം. അങ്ങനെ പറഞ്ഞിട്ട് കുരേഷും ഭാര്യയും കൂടെ ശ്രീരംഗത്തിലോട്ട് വരും. ശ്രീരംഗത്തിൽ വന്ന് രാമാനുജാചാര്യൻ്റെ അടുത്ത് ശിഷ്യന്മാരായി രണ്ടുപേരും ശ്രീരംഗത്തിൽ ഒരു ചെറിയൊരു കുടിശ, ഒരു ചെറിയ ഹട്ട് വീട്ടിൽ ഇരുന്നിട്ട് ദിവസം മധുക്കരി ചെയ്യും. മധുക്കരി പറഞ്ഞാൽ ഭിക്ഷാടനത്തിന് പോവുക, എന്തെങ്കിലും കിട്ടണ ഭക്ഷണം അത് മാത്രം കഴിച്ചിട്ട് ബാക്കിയുള്ള സമയമൊക്കെ ഭഗവാന്റെ നാമജപം, ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനം, ശാസ്ത്രങ്ങൾ, ഭാഗവതം, ഭഗവത്ഗീത വായിക്കുക. അങ്ങനെ മുഴുക്ക ഫുൾ 24 hours അവർ ഭക്തിയുക്ത ഭഗവാന്റെ സേവയിൽ നിമഗ്നമായിരിക്കും അവർ. അപ്പോൾ അങ്ങനെ കഴിയുന്ന സമയത്തിൽ ഇപ്പോൾ അവരുടെ കയ്യിൽ പൈസയോ ഒന്നുമില്ല, വെറും ഭിക്ഷാടനം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അത്രയും കോടീശ്വരമായ ആൾക്കാരായ കുരേഷും ഭാര്യയും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ അവർ ഭയങ്കര മഴ, പുറത്ത് നല്ല മഴ പെയ്തപ്പോൾ ഈ കുരേഷിന് പുറത്തങ്ങോട്ടും ഭിക്ഷാടനത്തിന് പോകാൻ പറ്റിയില്ലാന്ന്. അങ്ങനെ ഭിക്ഷാടനത്തിന് പോകാൻ പറ്റാതിരിക്കുമ്പോൾ കുരേഷ് അങ്ങനെ ഫുള്ള് ശാസ്ത്രം വായിച്ച് ഹരേ കൃഷ്ണ കീർത്തനം നാമജപമൊക്കെ ജപിച്ചിങ്ങനെ ഇരുന്നിട്ട് അപ്പോഴത്തേക്ക് രാത്രിയായി. രാത്രി വരെ മഴ നിന്നില്ല. അവർക്ക് പുറത്ത് പോയി ഒന്നും ഭിക്ഷാടനത്തിന് പോകാനും പറ്റിയില്ല. അന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചുമില്ല അവർ. കുറച്ച് കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം മാത്രം ആ ശാലിഗ്രാമത്തിന് നിവേദിച്ച് ആ വെള്ളം മാത്രം തുളസിയും വെള്ളവും കുടിച്ചിട്ട് കിടന്നു കുരേഷും ഭാര്യയും. അപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം. ഈ ഭർത്താവ് ഇങ്ങനെ ഒന്നും കഴിക്കാണ്ട് കിടക്കണം കണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടം. ഇത്രയും റിച്ചായിട്ടുള്ള, ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു വ്യക്തി ഇങ്ങനെ ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ പട്ടിണി കിടക്കുകയാണല്ലോ പറഞ്ഞ് വിഷമത്തിൽ ഭാര്യ വിചാരിക്കും ഇങ്ങനെ മനസ്സിൽ. ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഈ രംഗനാഥ ടെമ്പിളിൽ, ശ്രീരംഗം ടെമ്പിളിൽ അവിടെ ഭഗവാന് നൈവേദ്യം, വൈകുന്നേരം രാത്രിത്തെ നൈവേദ്യത്തിൻ്റെ ബെല്ലടിക്കും, വലിയ ബെല്ല്, ഠങ് 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 പറഞ്ഞ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ശ്രീരംഗത്തിൽ വന്നാൽ നിങ്ങൾക്കൊക്കെ ആ കുരേഷിൻ്റെ വീടൊന്നും കാണാം. ആ വീട് അങ്ങനെ തന്നെ ഉണ്ട്, ശ്രീരംഗം ടെമ്പിൾ അടുത്തായിട്ട് തന്നെ ഉണ്ട്. കിഴക്കേ നടക്കി ഈസ്റ്റ് ചിത്തിര വീതിയിൽ കൂരത്താഴ്വാൻ തിരുമാളികை പറഞ്ഞ സ്ഥലം ഇന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ബെല്ലിൻ്റെ സൗണ്ട്, മണീൻ്റെ സൗണ്ട് കേൾക്കേണ്ട അമ്പലത്തിൽ. ആ മണിയടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അപ്പോൾ കൂരത്താഴ്വാൻ്റെ ഭാര്യ വിചാരിക്കും, ഹേ രംഗനാഥ, നിൻ്റെ ഭക്തൻ ഇവിടെ ഒന്നും കഴിക്കാതെ പട്ടിണിയായി കിടക്കുകയാണ്, നീ മാത്രം നല്ല പ്രസാദം ഇങ്ങനെ കഴിക്കാനല്ലേ, അങ്ങനെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഒന്ന് തോന്നിയെന്ന് കൂരത്താഴ്വാൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ ഭഗവാൻ രംഗനാഥൻ പരമാത്മാവായിട്ട് അന്തർയാമായിട്ട് എല്ലാവരും അകത്തിരിക്കണ ഭഗവാനല്ലേ. അപ്പോൾ ഉടനെ നമ്പെരുമാൾ പറഞ്ഞു വന്നു പൂജാരികൾക്ക്. ഭഗവാന് മനസ്സിലായി ഈ കൂരത്താഴ്വാൻ്റെ ഭാര്യ പറയണത്. ഉടനെ ഭഗവാൻ പൂജാരിയെ വിളിച്ച് പറഞ്ഞു വന്നു രംഗനാഥൻ, ഹേ പൂജാരികളെ, ഉടൻ തന്നെ എനിക്ക് നൈവേദ്യം ചെയ്തുള്ള ലഡ്ഡു, ദോശ, പൊങ്കൽ, അപ്പം, അതിരസം, വട, പിന്നെ മുറുക്ക്, എന്തൊക്കെ പ്രസാദം ഉണ്ടോ എല്ലാ പ്രസാദം അങ്ങനെ തന്നെ കൊണ്ടുപോയി കൂരത്താഴ്വാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു. രംഗനാഥൻ ആജ്ഞാപിച്ചു പൂജാരികൾക്ക്. ഉടനെ ഭഗവാന്റെ ആജ്ഞ സ്വീകരിച്ച് പൂജാരികൾ എല്ലാ പ്രസാദവും പാക്ക് ചെയ്തു. ഒക്കെ നെയ്യിലുണ്ടാക്കിയ പ്രസാദങ്ങൾ, എല്ലാ പ്രസാദവും പാക്ക് ചെയ്ത് ആനപ്പുറത്തിരുത്തി അതിനെ വാദ്യ മേളങ്ങളോട് കൂടി നാദസ്വരത്തോടു കൂടി അങ്ങനെ വായിച്ച് അങ്ങനെ കൊണ്ടുവന്ന് കൂരത്താഴ്വാൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നു പ്രസാദങ്ങളൊക്കെ. കൂരത്താഴ്വാൻ ഉറങ്ങായിരുന്നു വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുറത്ത് ഈ സൗണ്ടും ഒച്ചയും വിളിയൊക്കെ കേട്ടിട്ട് കൂരത്താഴ്വാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ എല്ലാ പ്രസാദങ്ങൾ കൊണ്ടുവന്ന് കൂരത്താഴ്വാനെടുത്ത് ഇതാ ഭഗവാൻ രംഗനാഥൻ തരാൻ പറഞ്ഞതാ പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തു എന്ന്. അത് കേട്ടപ്പോൾ കൂരത്താഴ്വാന് ഷോക്കായി. എന്ത് രംഗനാഥൻ എനിക്ക് പ്രസാദം തന്നു പറഞ്ഞിട്ട് ആ വന്നിട്ടുള്ള പ്രസാദം കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ പറഞ്ഞയക്കും തിരിച്ച്. എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ടെമ്പിളിൽ പ്രസാദങ്ങളൊക്കെ വിറ്റിട്ടാണ് ഈ ടെമ്പിളിൽ ബാക്കിയുള്ള മാനേജ്മെൻറ്റൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രസാദം കൊടുത്തിട്ട് കുറച്ച് മാത്രം എടുക്കുന്നു. എടുത്തിട്ട് ആ കൂരത്താഴ്വാൻ അപ്പോഴേ വയസ്സായിരുന്നു. രാമാനുജാചാര്യൻ്റെ ശിഷ്യനാണെങ്കിലും കൂരത്താഴ്വാന് രാമാനുജാചാര്യരെക്കാളും വയസ്സുണ്ടായിരുന്നു, വയസ്സിൽ മൂത്തവരായിരുന്നു. അപ്പോൾ ആ കൂരത്താഴ്വാനും ഭാര്യയും ആണ്ടാൾ രണ്ടുപേരും രംഗനാഥൻ്റെ പ്രസാദം കഴിച്ചു. അപ്പോൾ എന്നിട്ട് ആ കൂരത്താഴ്വാൻ ചോദിച്ചു എന്ന് ഭാര്യയോട്, ആണ്ടാൾ,
നീ എന്താ രംഗനാഥനോട് എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ ഒന്നും ചോദിച്ചില്ല, ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, രംഗനാഥ ഇങ്ങനെ ഇവിടെ നിൻ്റെ ഭക്തൻ ഇവിടെ പട്ടിണിയായി കിടക്കുമ്പോൾ നീ മാത്രം നല്ല കഴിക്കുകയാണല്ലേ, അങ്ങനെ വിചാരിച്ചു എന്ന് പറയും. ഉടനെ കൂറത്താഴാൻ വഴക്ക് പറയും നമ്മളെ ആണ്ടാളിനെ, നമ്മളിവിടെ ശ്രീരംഗത്തിലുള്ളത് രംഗനാഥന് സേവ ചെയ്യാനാണ്, അല്ലാതെ നമ്മൾ രംഗനാഥൻ്റെ അടുത്തുനിന്ന് സേവ സ്വീകരിക്കാനല്ല പറയും. സെയിം നമ്മളെ സനാതൻ ഗോസ്വാമീൻ്റെ രഘുനാഥ് ദാസ് ഗോസ്വാമീൻ്റെ ഒക്കെ കഥയിൽ കേൾക്കുമ്പോൾ അതേമാതിരി രഘുനാഥ് ദാസ് ഗോസ്വാമി ചാൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാധാറാണി സാരിയുടെ തുമ്പെടുത്തുകൊണ്ട് ഇങ്ങനെ വെയിൽ തട്ടാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കും രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് വേണ്ടിയിട്ട്. ചില സമയത്ത് രഘുനാഥ് ദാസ് ഗോസ്വാമി വെയിലത്തിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുലി വന്ന് വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ പുലി രഘുനാഥ് ദാസ് ഗോസ്വാമിയെ കണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണൻ തന്നെ സ്വയം വന്ന് ആ പുലിയെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഇപ്പോഴും നമ്മൾ രാധാകുണ്ടിൽ പോയാൽ ആ ഫോട്ടോ കാണാം. അപ്പോൾ സനാതൻ ഗോസ്വാമി ഇത് കണ്ടിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറയും, രഘുനാഥ, നമ്മളിവിടെ ഇവിടെ രാധാകുണ്ടിലിരിക്കുന്നതിൻ്റെ ഉദ്ദേശം രാധാറാണിക്കും കൃഷ്ണന് സേവ ചെയ്യാനാണ്, അല്ലാതെ നമ്മൾ അവരുടെ അടുത്ത് സേവ നമ്മൾ സ്വീകരിക്കരുത്, അങ്ങനെ പറഞ്ഞ് വഴക്ക് പറയും സനാതൻ ഗോസ്വാമി. അതുമാതിരി കൂറത്താഴ്വാൻ നമ്മളെ ആണ്ടാളിൻ്റെ അടുത്ത് പറയും. അങ്ങനെ പറഞ്ഞിട്ട് അന്ന് രണ്ടുപേരും ആ പ്രസാദം കഴിച്ച് അവർ കിടന്നുറങ്ങി. ആ പ്രസാദം രംഗനാഥൻ്റെ പ്രസാദം കഴിച്ചതുകൊണ്ട് ആ വയസ്സായ കാലത്തിൽ അവർക്ക് ആ കൂറത്താഴ്വാൻ്റെ ഭാര്യ ഗർഭിണിയായി, പ്രഗ്നൻ്റ് ആയിട്ട് ആ പ്രസാദത്തിൽ നിന്ന് രംഗനാഥൻ്റെ പ്രസാദത്തിൽ നിന്ന് അവർക്ക് 2 കുട്ടികളുണ്ടായി. കൂറത്താഴ്വാന് കൂരേഷ്, തമിഴിൽ കൂറത്താഴ്വാൻ എന്ന് പറയും, സംസ്കൃതത്തിൽ കൂരേഷ് എന്ന് പറയും. അപ്പോൾ ആ 2 കുട്ടികൾക്ക് അപ്പോൾ രാമാനുജാചാര്യക്ക് മുൻകൂട്ടി അറിയാം ഈ കൂറത്താഴ്വാൻ്റെ ഭാര്യയുടെ ഗർഭത്തിൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ വൈകുണ്ഠത്തു നിന്ന് വരുന്ന 2 മഹാപുരുഷന്മാർ കൂരേഷിൻ്റെ വീട്ടിൽ ജനിക്കാൻ പോകുന്നുണ്ട് പറഞ്ഞ് രാമാനുജാചാര്യക്ക് മുൻകൂട്ടി അറിയാം. അപ്പോൾ രാമാനുജാചാര്യ എപ്പോഴാണ് കൂറത്താഴ്വാൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കണത് ഓരോ ദിവസവും തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, കൂറത്താഴ്വാൻ്റെ ഭാര്യ പ്രസവിച്ചോ, കൂരേഷിൻ്റെ ഭാര്യ പ്രസവിച്ചോ. രാമാനുജാചാര്യാണെങ്കിൽ സന്യാസി, പക്ഷേ ഇവരാണെങ്കിൽ ഗൃഹസ്ഥ. പക്ഷേ രാമാനുജാചാര്യക്ക് അറിയാം ഈ 2 കുട്ടികൾ വരുന്നുണ്ട് ഇവരെ വയറ്റിൽ, അത് മഹാപുരുഷന്മാരാണെന്ന്. എപ്പോഴാണോ രാമാനുജാചാര്യ കേട്ടു കൂറത്താഴ്വാൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞ് കേട്ടതും രാമാനുജാചാര്യ ഓടി വരുന്നു, സന്യാസി ഓടി വന്ന് ആ കൂറത്താഴ്വാൻ്റെ 2 കുട്ടികളെ എടുത്ത് തലയിൽ ഇങ്ങനെ ഉമ്മ വെച്ച് മണപ്പിച്ച് ആ 2 കുട്ടികൾക്കും പേരിടും. ഒരു കുട്ടിക്ക് പരാശര പറഞ്ഞ് പേരിടും, ഇനിയൊരു കുട്ടിക്ക് വേദവ്യാസാണ്. അത് അടുത്ത കഥയിൽ പറയാം, യമുനാചാര്യയുടെ സ്റ്റോറിയിൽ വരും ഇതിൻ്റെ കണക്റ്റഡായിട്ട് എന്തിനാണ് ഇങ്ങനെ പേരിട്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് പരാശര, ഒരു കുട്ടിക്ക് വേദവ്യാസ എന്ന് പറഞ്ഞ് പേരിട്ടു രാമാനുജാചാര്യ. അപ്പോൾ ആ സമയത്താണ് ഈ ശ്രീരംഗത്തിലൊക്കെ ഈ ശൈവ വൈഷ്ണവ എന്നുള്ള ഫൈറ്റിംഗ് നടക്കായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഇങ്ങനെ മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ ഉള്ള മാതിരി ഹിന്ദു എന്നൊക്കെ ഉള്ള മാതിരി അന്നത്തെ കാലത്ത് വേറെ ഒന്നുമില്ല, വെറും ഹിന്ദുസ് മാത്രമേ ഉള്ളൂ. അതിൽ ആകെ ആപ്പോസിറ്റ് പാർട്ടി, ഒന്ന് വൈഷ്ണവിസം ഒന്ന് ശൈവിസം, അങ്ങനെ ഉണ്ടായിരുന്നു. കുറേ അസുരന്മാർ ഈ ശൈവ ഇതിൽ ജനിച്ചിട്ട് അവരിങ്ങനെ ഈ വൈഷ്ണവ ഭക്തന്മാരെ ട്രബിൾ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രബിൾ ചെയ്യുന്ന ഒരാളായിരുന്നു കൃമികണ്ഠ ചോഴ പറഞ്ഞിട്ട് ഒരു ചോഴ രാജാവ്. കൃമി പറഞ്ഞാൽ കൃമികൾ, കണ്ട എന്ന് വെച്ചാൽ കഴുത്ത്, കൃമികണ്ഠ ചോഴ. അപ്പോൾ ഈ കൃമികണ്ഠ ചോഴ എന്നുള്ള രാജാവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്നത്തെ കാലത്ത് എവിടെയൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങളുണ്ടോ അതൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ ശിവലിംഗം പ്രതിഷ്ഠ ചെയ്യും. അയാൾ ഭയങ്കര ശിവൻ്റെ ഭക്തൻ, ശിവഭക്തനല്ല, സോക്കാൾഡ് ശിവഭക്തൻ. റിയലായിട്ടുള്ള ശിവഭക്തന്മാർ നന്നായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇയാളൊരു രാക്ഷസൻ. അത് ഇന്നത്തെ കാലത്ത് കുറേ മുസ്ലിംസ് എന്നുള്ള പേരിൽ അവരെങ്ങനെ തീവ്രവാദം ടെററിസം ഒക്കെ ചെയ്യുന്ന അതുമാതിരത്തെ ശിവഭക്തൻ. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വൈഷ്ണവ ടെമ്പിൾസൊക്കെ പൊട്ടിച്ചിട്ട് അതിനെയൊക്കെ ശിവ ടെമ്പിളാക്കി മാറ്റി വൈഷ്ണവരൊക്കെ കൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ അയാളത്തെ ഒരാൾ പറയും, അയാളെ മന്ത്രിയായിട്ട് ഒരു മന്ത്രി പറയും, നിങ്ങളിങ്ങനെ കുറേ ടെമ്പിളുകളൊക്കെ പൊട്ടിച്ചിട്ട് എന്താ കാര്യം? ഈ എല്ലാ വൈഷ്ണവന്മാർക്കും ലീഡറായിട്ടുള്ളതാണ് രാമാനുജാചാര്യ. ആ രാമാനുജാചാര്യനെ ഒരു ശൈവനാക്കി മാറ്റിയാൽ പിന്നെ എല്ലാ വൈഷ്ണവന്മാരും ഓട്ടോമാറ്റിക്കായിട്ട് ശൈവനായിട്ട് മാറും, ശിവനെ തന്നെ സുപ്രീമായിട്ട് സ്വീകരിക്കും. അപ്പോൾ രാമാനുജാചാര്യ നിങ്ങൾ വൈഷ്ണവെന്ന ശൈവത്തിലോട്ട് മാറ്റിയാൽ മതി പറഞ്ഞ് അയാളൊരു ഐഡിയ കൊടുക്കും. ഉടൻ തന്നെ കൃമികണ്ഠ ചോഴൻ എവിടെ രാമാനുജാചാര്യ ഉള്ളത് അദ്ദേഹം ഉടൻ തന്നെ വിളിച്ചുകൊണ്ട് വരൂ പറഞ്ഞ് ഓർഡർ കൊടുക്കും. അപ്പോൾ ഈ രാജഭടന്മാരിങ്ങനെ രാമാനുജാചാര്യ തിരഞ്ഞ് ശ്രീരംഗത്തിൽ വരും. അപ്പോൾ രാമാനുജാചാര്യ തിരഞ്ഞ് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ കൂറത്താഴ്വാനാണ് ആദ്യം ആ ന്യൂസ് കേട്ടത്, രാമാനുജാചാര്യെ വിളിച്ചിട്ട് പോകാൻ വേണ്ടി ഈ കൃമികണ്ഠ ചോഴൻ്റെ ആൾക്കാർ വരുന്നുണ്ട് എന്ന്. ഉടനെ ഈ കൂറത്താഴ്വാൻ ഓടിപ്പോയി രാമാനുജാചാര്യൻ്റെ അടുത്ത് പോയിട്ട് പറയും, ഹേ രാമാനുജാചാര്യ, ഗുരു മഹാരാജ്, നിങ്ങൾ ദയവായിട്ട്
ഇവിടം വിട്ട് പോകണം, ഇവിടെ നിൽക്കരുത്, ശ്രീരംഗത്തിൽ ഉണ്ടാകരുത്. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ആ രാജാവ് വന്ന് ശല്യം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ കാഷായം, ആ കാവ്യ വസ്ത്രം എനിക്ക് തരണം പറഞ്ഞിട്ട് ആ രാമാനുജാര്യ പറയും, അതിനെനിക്ക് എന്താവും വന്നോട്ടെ, ഭഗവാൻ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ എന്നെ രക്ഷിച്ചോട്ടെ, ഭഗവാൻ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ, എനിക്ക് അതിനൊന്നും പേടിയില്ല പറയും രാമാനുജാര്യൻ. അപ്പോൾ കൂറത്താഴ്വാൻ പറയും, അങ്ങനെയല്ല ഗുരു മഹാരാജ്, ഒരു ശിഷ്യൻ്റെ കർത്തവ്യമാണ് ഗുരുവിനെ രക്ഷിക്കേണ്ടത്. ഗുരു വന്നിട്ട് ശിഷ്യൻ്റെ സ്പിരിച്വലായിട്ട് എല്ലാം നോക്കിക്കോളും. പക്ഷേ ഗുരുവിൻ്റെ മെറ്റീരിയലായിട്ട് ബോഡി, ഗുരുവിൻ്റെ ശരീരത്തിനും ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ശിഷ്യൻ്റെ ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഇവിടെ വിട്ട് പോകണം പറഞ്ഞിട്ട് ആ രാമാനുജാര്യ ഉടുത്തിരുന്ന ആ കാവ്യ വസ്ത്രം കൂറത്താഴ്വാൻ ധരിക്കുന്നു. കൂറത്താഴ്വാൻ ധരിച്ചിട്ട് കൂറത്താഴ്വാൻ ആ ത്രിദണ്ഡം, രാമാനുജാര്യ ത്രിദണ്ഡം എടുത്തിട്ട് കൂറത്താഴ്വാൻ തന്നെത്താൻ രാമാനുജാര്യ എന്ന് പറഞ്ഞിട്ട് ആ രാജാവിൻ്റെ അടുത്ത് പോകും. രാമാനുജാര്യ കൂറത്താഴ്വാൻ്റെ വൈറ്റ് ഡ്രസ്സ്, വെള്ള മുണ്ടെടുത്തിട്ട് രാമാനുജാര്യ കൂറത്താഴ്വാൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് രാമാനുജാര്യനെ കൂറത്താഴ്വാൻ പറഞ്ഞയക്കും ശ്രീരംഗത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ രാമാനുജാര്യ വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് അങ്ങനെ മേലുക്കോട്ടയിൽ പോയി, അത് വേറെ സെപ്പറേറ്റ് സ്റ്റോറിയാണിത്. മേലുക്കോട്ടയിൽ പോയിട്ട്, അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ മേലുക്കോട്ടയിൽ ഒരു സ്ഥലത്ത് പോയാൽ സാളിഗ്രാം പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ രാമാനുജാര്യൻ്റെ വിഗ്രഹമുണ്ട്. അവിടെ രാമാനുജാര്യൻ്റെ വിഗ്രഹത്തിന് വെളുത്ത മുണ്ട് എടുത്തിട്ടുണ്ടാവും. സാധാരണ സന്യാസികൾ വെളുത്ത മുണ്ട് എടുക്കില്ലല്ലോ, പക്ഷേ ഈ രാമാനുജാര്യ അവിടെ മാത്രം വെളുത്ത മുണ്ട് എടുത്തിരിക്കും. അപ്പം അങ്ങനെ ഈ കൂറത്താഴ്വാൻ ഈ സന്യാസിയുടെ വേഷം എടുത്തിട്ട് ഈ രാജാവിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മഹാപൂർണ പറഞ്ഞ് രാമാനുജാര്യൻ്റെ ഒരു ഗുരു, വയസ്സായ ഒരു അദ്ദേഹം കൂടെ പോകും. പിന്നെ അവരെ മകളായിട്ട് അത്തുഴായി, മഹാപൂർണയുടെ മകളായിട്ട് അത്തുഴായി പറഞ്ഞൊരു കുട്ടി, ഈ 3 പേരും കൂടെയാണ് ഈ രാജാവിൻ്റെ അടുത്ത് പോകുന്നത്. രാജഭടന്മാരൊക്കെ അവരെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ രാജാവ് വിചാരിച്ച് കൂറത്താഴ്വാനാണ് രാമാനുജാര്യ എന്ന്. ഇപ്പോൾ രാമാനുജാര്യൻ്റെ വേഷത്തിലാണ് കൂറത്താഴ്വാൻ ഈ രാജാവ് കൃമികണ്ഠ ചോഴൻ്റെ അടുത്ത് പോണത്. പോയതും രാജാവ് പറഞ്ഞു, ഹേ രാമാനുജ, നീയാണല്ലേ ഈ വൈഷ്ണവ സമ്പ്രദായമൊക്കെ പ്രീച്ചിങ് ചെയ്യണത്, എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് ശിവനാണ് എല്ലാത്തിനേക്കാളും ടോപ്പ് എന്ന് പറഞ്ഞ് എനിക്ക് സുപ്രീം എന്ന് പ്രൂവ് ചെയ്യണം പറയും. അപ്പോൾ കൂറത്താഴ്വാൻ രാമാനുജാര്യൻ്റെ വേഷത്തിൽ പറയും, ഓ രാജാവേ, നിനക്ക് ശാസ്ത്രങ്ങൾ നമുക്ക് പ്രമാണമായിട്ടുണ്ട്. എപ്പോഴാണോ ഭഗവാൻ വാമനാവതാരം എടുത്ത് ഭഗവാൻ പാദങ്ങൾ ഇങ്ങനെ മേലെ പൊക്കിയത്, അപ്പോൾ ബ്രഹ്മാവ് മുമ്മൂർത്തികൾ, ത്രിമൂർത്തികളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നാണെങ്കിൽ ബ്രഹ്മദേവൻ ഭഗവാന്റെ പാദം വന്ന് കഴുകി, അതാണ് ഗംഗാ നദിയായിട്ട് വരുന്നത്. ആ വരുന്ന നദീനെ ശിവൻ തലയിൽ സ്വീകരിച്ച് ഗംഗാധരനായി. അപ്പോൾ ഈ കഥയിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാം, ഈ ത്രിമൂർത്തികൾ ആരാണ്. ഒരാൾ പാദത്തിന് ഒരാൾ കഴുകി, മറ്റൊരാൾ ആ പാദത്ത് കഴുകിയ വെള്ളത്തിന് തലയിൽ സ്വീകരിച്ചു. അപ്പോൾ നമുക്കിതിൽ സിമ്പിളായിട്ട് മനസ്സിലാകാം, വിഷ്ണുവാണ്, കൃഷ്ണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗാഡ്, ഭഗവാൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോൾ ആ രാജാവ് പറയും, എനിക്ക് നിൻ്റെ വേദപ്രമാണം ശാസ്ത്രമൊന്നും വേണ്ട, എനിക്ക് ശിവനാണ് സുപ്രീം, അങ്ങനെ പ്രൂവ് ചെയ്യും, അങ്ങനെ എഴുതി തരണമെന്ന് പറയും. അപ്പോൾ കൂറത്താഴ്വാൻ ഒരു കോമഡി ആയിട്ട് പറയും, ദ്രോണത്തിനേക്കാളും ശിവൻ തന്നെ വലുത് പറയും. ദ്രോണം ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു കൗണ്ടിങ് മെഷർമെൻറ്റ്, എന്താ പറയുക, നമ്മൾ കിലോ എന്നൊക്കെ പറയില്ലേ, കിലോ മൈലേജ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന മാതിരി അന്നത്തെ ഒരു മെഷർമെൻ്റ് ആയിരുന്നു ദ്രോണം. ദ്രോണം എന്ന് വെച്ചാൽ ഈ നെല്ലിൻ്റെ ഉമിയില്ലേ, ഉമി. അപ്പോൾ അതിനേക്കാളും ശിവം ഉയർന്നതാണ് പറഞ്ഞിങ്ങനെ എഴുതി കൊടുക്കും. ഒരു സാർക്കാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു അവമാനിക്കണ വിധത്തിൽ ഇങ്ങനെ എഴുതും, ആ ദ്രോണത്തിനേക്കാളും ശിവം വലുതാണ് അങ്ങനെ പറഞ്ഞ് എഴുതി കൊടുക്കും ഈ കൂറത്താഴ്വാൻ. അത് കണ്ടപ്പോൾ ഈ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. ആർക്ക്? കൃമികണ്ഠ ചോഴൻ, ഭയങ്കര ക്രൂവലായിട്ടുള്ള രാജാവ്. ആൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഉടൻ തന്നെ ഈ കൂറത്താഴ്വാൻ്റെയും ഈ മഹാപൂർണൻ്റെയും രണ്ടാളെയും കണ്ണ് കുത്തിയെടുക്കാൻ പറയും, കണ്ണ് കുത്തി പൊട്ടിക്കാൻ പറയും. ഉടനെ അവർ ആ രാജഭടന്മാർ കയ്യിൽ ഇരുമ്പ് കമ്പി, ഇങ്ങനെ പഴുപ്പിച്ചിട്ടുള്ള ഇരുമ്പ് കമ്പി എടുത്തുകൊണ്ടുവന്ന് മഹാപൂർണൻ്റെ 2 കണ്ണ് അങ്ങനെ തോണ്ടിയെടുക്കും. 2 കണ്ണും ജീവനോടെ തോണ്ടിയെടുക്കും. അടുത്ത ആ കമ്പിയും കൊണ്ട് അവർ കൂറത്താഴ്വാൻ്റെ കണ്ണ് കുത്താൻ വേണ്ടി വരുമ്പോൾ കൂറത്താഴ്വാൻ ധൈര്യമായിട്ട് പറയും, നിങ്ങളെന്താ എന്നെ കണ്ണെടുക്കുക, ഞാൻ തന്നെ എടുത്ത് കളയാൻ പറഞ്ഞിട്ട് കൂറത്താഴ്വാൻ തന്നെ സ്വന്തം കൈകൊണ്ട് തന്നെ 2 കണ്ണ് അങ്ങനെ പൊട്ടിച്ചെടുത്തു കൂറത്താഴ്വാൻ. എന്നിട്ട് അവർ 2 പേരും അവിടുന്ന് സ്ഥലം വിട്ട്, അവിടുന്ന് ആ രാജാവിൻ്റെ അടുത്ത് നിന്ന് വിട്ട് അവർ പുറത്ത് വരികയാണ്. പുറത്ത് വരുന്ന വഴിക്ക് വെച്ച് തന്നെ ഈ മഹാപൂർണ വയസ്സായതുകൊണ്ട് അദ്ദേഹം ശരീരം വിട്ട് അവിടെ നിന്ന് അങ്ങനെ വൈകുണ്ഠത്തേക്ക് പോകും മഹാപൂർണ. കൂറത്താഴ്വാൻ തിരിച്ചു വന്നിട്ട് ശ്രീരംഗത്തിലോട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ശ്രീരംഗം ടെമ്പിൾ മുഴുവൻ ഈ ശൈവന്മാരെ കയ്യിലായിരുന്നു. അപ്പോൾ കൂറത്താഴ്വാൻ ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ നോക്കി രംഗനാഥനെ അടുത്ത് പോകാൻ നോക്കുമ്പോൾ ആ ടെമ്പിളിലെ സെക്യൂരിറ്റി പറയും, ആരൊക്കെയാണോ രാമാനുജാചാര്യ അടുത്ത് കണക്ഷൻ ഉള്ളത് അവർക്ക് ആർക്കും ടെമ്പിളിൽ പെർമിഷൻ ഇല്ല പറയും.
അപ്പോൾ അടുത്തുള്ള സെക്യൂരിറ്റി പറയും, രാമാനുജാര്യടുത്ത് കണക്ഷനുള്ള ആളാണ്, ശിഷ്യന് മെയിനായിട്ടുള്ള ശിഷ്യനാണ് കൂരേഷ്, എന്നാലും ഇയാൾ കുറച്ച് നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഇയാളെ നമുക്ക് പറഞ്ഞയക്കാൻ പറയും അടുത്തുള്ള സെക്യൂരിറ്റി. അപ്പോൾ കൂറത്താഴ്വാൻ പറയും, ഇല്ല എനിക്ക് വേണ്ട, രാമാനുജാര്യൻ്റെ ശിഷ്യന്മാർക്കും കൂടെയുള്ളവർക്കും ദർശനം കൊടുക്കുന്നില്ലെങ്കിൽ എനിക്കത് വേണ്ട, ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് എനിക്കുള്ള മെർസി എനിക്ക് വേണ്ട, എനിക്ക് രാമാനുജാര്യൻ്റെ അടുത്ത് ഉള്ളത് മാത്രം മതി പറഞ്ഞ് കൂറത്താഴ്വാൻ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് ശ്രീരംഗം വിട്ട് മധുരയിൽ പോയി താമസിക്കും കൂറത്താഴ്വാൻ. അപ്പോൾ ഈ മെസ്സേജൊക്കെ രാമാനുജാചാര്യ മേലുക്കോട്ടയിൽ ഇരുന്ന് കേൾക്കും. ഇങ്ങനെ കൃമികണ്ഠ ചോഴൻ ഓരോരോ ക്ഷേത്രങ്ങൾ പൊട്ടിച്ച് അവസാനം ശ്രീരംഗം ടെമ്പിൾ പൊട്ടിക്കാൻ വേണ്ടി വരുന്നുണ്ട്, അദ്ദേഹം കൂറത്താഴ്വാൻ്റെ കണ്ണ് പൊട്ടിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ രാമാനുജാചാര്യയ്ക്ക് ഭയങ്കര സങ്കടം വരും. ഭയങ്കര സങ്കടം വന്നിട്ട് ആ മേലുക്കോട്ടയിലുള്ള നരസിംഹസ്വാമിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ആ ദുഷ്ടനായ ആ കുലോത്തുങ്കൻ, ഒറിജിനലായിട്ടുള്ള പേര് കുലോത്തുങ്കൻ, ആ കുലോത്തുങ്കൻ കഴുത്തിൽ പുഴു പിടിച്ച് ചത്തുപോട്ടെ പറഞ്ഞൊരു ശാപമിടും രാമാനുജാചാര്യ. ആ ശാപമിട്ട് അന്ന് രാത്രി തന്നെ ആ രാജാവ് ശ്രീരംഗം ടെമ്പിൾ പൊട്ടിക്കാൻ വേണ്ടി വരികയാണ്, അടുത്ത് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്ത് ശ്രീ രാമാനുജാചാര്യക്ക് ജയ്. സോ എന്നിട്ട് കൂറത്താഴ്വാൻ്റെ കണ്ണ് പോയപ്പോൾ രാമാനുജാചാര്യക്ക് ഭയങ്കര സങ്കടം. പിന്നീട് കൃമികണ്ഠച്ചോളം മരിച്ചു പോയപ്പോൾ രാമാനുജാചാര്യ വീണ്ടും ശ്രീരംഗത്തിൽ വരും. വന്നിട്ട് വീണ്ടും ശ്രീരംഗനൊക്കെ പഴയ മാതിരി നല്ല ഉത്സവങ്ങളൊക്കെ തുടങ്ങും. ആ സമയത്ത് കൂറത്താഴ്വാൻ എടുത്ത് രാമാനുജാചാര്യൻ പറയും, കൂറത്താഴ്വാൻ, നീ പോയിട്ട് നമ്മളെ വരദരാജൻ്റെ അടുത്ത് പോയിട്ട് കണ്ണ് ചോദിക്കുക, വരദരാജൻ ചോദിച്ചതൊക്കെ തരുന്ന ഭഗവാനല്ലേ, നീ പോയിട്ട് ഒരു കണ്ണ് ചോദിക്കുകയെന്ന് പറയും. അപ്പോൾ കൂറത്താഴ്വാൻ കാഞ്ചീപുരത്തിൽ പോയിട്ട് വരദരാജൻ്റെ അടുത്ത് പോയിട്ട് വരദരാജനെ സ്തുതിച്ച് പാടും. അപ്പോൾ പ്യൂർ ഡിവോട്ടീസ്, ശുദ്ധമായ ഭക്തന്മാർ അവർ ഭഗവാനെ സ്തുതിച്ചൊക്കെ പാടുമ്പോൾ അവർക്ക് സെൽഫിഷായിട്ടൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചോദിച്ചാലും ഭഗവാൻ കൊടുക്കാൻ റെഡിയായിരിക്കും. അപ്പോൾ അത്രയും സ്തുതിച്ച് ഭഗവാനെ പാടിയപ്പോൾ വരദരാജ്, കൂറത്താഴ്വാൻ നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചോ എന്ന് ചോദിക്കും. നമ്മൾ അന്ന് കേട്ടില്ല എങ്ങനെ വരരംഗ എന്നുള്ള ഡിവോട്ടി സ്തുതിച്ച് പാടിയപ്പോൾ വരദരാജൻ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ എനിക്ക് രാമാനുജനെ വേണം പറഞ്ഞ് കൊണ്ടുപോയ മാതിരി ഈ കൂറത്താഴ്വാൻ്റെ അടുത്ത് വരദരാജ് ചോദിക്കും, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും. എനിക്ക് വളരെ സന്തോഷം, എന്ത് വേണമെന്ന് ചോദിച്ചോളൂ പറയും. അപ്പോൾ കൂറത്താഴ്വാന് ഭഗവാന്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ ഭഗവാന്റെ അടുത്ത് നമ്മളൊരു ബിസിനസ് അല്ലല്ലോ ചെയ്യണത്, നമ്മൾ ഭഗവാന്റെ പ്ലഷറിന് വേണ്ടി, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ഭക്തന്മാർക്ക് ബ്യൂട്ടി. അപ്പോൾ അതിനു വേണ്ടി കൂറത്താഴ്വാൻ എനിക്കൊന്നും വേണ്ട ഭഗവാൻ പറഞ്ഞ് ചോദിക്കില്ല. വീണ്ടും പുറത്ത് വരും. അപ്പോൾ രാമാനുജാചാര്യ വീണ്ടും വഴക്ക് പറയും, നീ എന്താ ചോദിക്കാത്തത്, നീ ഒരു കണ്ണ് ചോദിച്ചൂടെ, നീ ഇതിന് വേണ്ടിയല്ല ഞാൻ നിന്നെ പറഞ്ഞയച്ചത്. വീണ്ടും പോകും, ഒന്നും കൂടെ പറഞ്ഞയക്കും, പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്നും കൂടെ പോയി വരദരാജൻ്റെ അടുത്ത് കണ്ണ് ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹം പോയി ഭഗവാന്റെ മുന്നിൽ നിൽക്കും. വീണ്ടും കുറേ കീർത്തനങ്ങളൊക്കെ പാടിയപ്പോൾ വരദരാജ് വന്ന് നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ കൂറത്താഴ്വാൻ എങ്ങനെ ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക പറഞ്ഞ് അങ്ങനെ തല താർത്തിക്കും, ഒന്നും ചോദിക്കില്ല, അങ്ങനെ തിരിച്ചു വരും. നമുക്കൊക്കെ അങ്ങനെ ഭഗവാൻ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് എത്ര ലിസ്റ്റ് ഉണ്ടാവും കൊടുക്കാൻ, അത് വേണം ഇത് വേണം അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ കൂറത്താഴ്വാൻ ഭഗവാൻ എന്ത് വേണം ചോദിച്ചപ്പോഴും ഒന്നും പറയാനില്ല എന്ന്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം രാമാനുജാചാര്യ സീരിയസ് ആയിട്ട് പറയും, ഇപ്രാവശ്യം നീ ചോദിച്ചേ പറ്റൂ പറഞ്ഞ് വീണ്ടും പറഞ്ഞയക്കും വരദരാജൻ്റെ അടുത്ത്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ കീർത്തനം ചെയ്ത് വരദരാജൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൂറത്താഴ്വാൻ പറയും, എനിക്ക് ഭഗവാനെ, എനിക്ക് നിന്നെ കാണാനുള്ള സ്പിരിച്വലായിട്ടുള്ള കണ്ണ്, നിന്നെയും എൻ്റെ ഗുരുമഹാരാജായ രാമാനുജാചാര്യനെയും കാണാനുള്ള കണ്ണ് വേണം പറയും. തഥാസ്തു പറഞ്ഞ് വരദരാജ് കൊടുക്കും. അപ്പോൾ മെറ്റീരിയലായിട്ടുള്ള ഒന്നും കൂറത്താഴ്വാൻ കാണാൻ ആഗ്രഹമില്ല. പക്ഷേ സ്പിരിച്വലായിട്ട് രാമാനുജാചാര്യനെ കാണാൻ, ഭഗവാന്റെ ഡീറ്റീസൊക്കെ കാണാം, അങ്ങനത്തെ ഐസ് കൊടുക്കും. അപ്പോൾ രാമാനുജാചാര്യൻ്റെ മുന്നിൽ വന്നിട്ട് എവിടെ നിനക്ക് ഐസ് കിട്ടിയോ എന്ന് ചോദിക്കും. കിട്ടി, എന്നെ കാണണ്ടോ എന്ന് ചോദിക്കും. കാണണ്ട്, എന്ത് കളർ ഫ്ലവർസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാമാനുജാചാര്യൻ്റെ മാലകളൊക്കെ കറക്റ്റായിട്ട് പറയും കൂറത്താഴ്വാൻ. സോ അങ്ങനെ കൂറത്താഴ്വാൻ്റെ വലിയ അത്ഭുതമായ ലീലയാണ് ശ്രീരംഗത്തിൽ. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത് പരാശര ഭട്ടറിൻ്റെ സ്റ്റോറി. അങ്ങനെയുള്ള ഈ കൂരേഷ് എന്നുള്ള ഭക്തൻ്റെ മകനാണ് ഈ പരാശര ഭട്ടർ. അവർക്ക് ആ പ്രസാദം കഴിച്ചിട്ട് 2 കുട്ടികൾ ജനിച്ചു, പരാശര ഭട്ടർ, വേദവ്യാസ ഭട്ടർ ഉണ്ട്. അപ്പോൾ രാമാനുജാചാര്യ ആ കുട്ടികളെ രംഗനാഥൻ്റെ കുട്ടികളായിട്ടാണ് കരുതിയത്. അപ്പോൾ ആ കുട്ടികളെ കൊണ്ടുപോയിട്ട് രംഗനാഥ് ടെമ്പിളിൻ്റെ മുന്നിൽ, രംഗനാഥൻ കിടക്കുന്ന ഭഗവാന്റെ മുന്നിൽ 2 സ്വർണത്തിൻ്റെ സ്തംഭങ്ങളുണ്ട്, എന്നും ഉണ്ട് ആ സ്തംഭങ്ങൾ. അതിലാണ് ഒരു തൊട്ടിലിങ്ങനെ കെട്ടിയിട്ടിട്ട് അതിലാണ് ആ കുട്ടികളെ കിടത്തി ഉറക്കുക. അപ്പോൾ സാക്ഷാത് ഭഗവാൻ തന്നെ രംഗനാഥൻ്റെ കുട്ടികളായിട്ടാണ് കരുതിയിരുന്നത്, പരാശര വേദവ്യാസനെയും. അപ്പോൾ ഒരു ദിവസം രംഗനാഥന് ലക്ഷ്മി ദേവിക്ക് നൈവേദ്യം ചെയ്യാൻ സമയത്ത് ഒരു അപ്പം നൈവേദ്യം ചെയ്തിട്ട് ആ നൈവേദ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഈ ചെറിയ കുട്ടി അങ്ങനെ കൈയിട്ട് ഒരു അപ്പം എടുത്ത് അങ്ങനെ കടിച്ച് തിന്നു.
അപ്പോൾ പൂജാരികളൊക്കെ പറയും, ഇതാ ഭഗവാനെ നിവേദിക്കാനുള്ളതൊക്കെ സ്പോയിലായി, അതുകൊണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി പറയും, ഇല്ലല്ല, എൻ്റെ കുട്ടി പരാശരം കഴിച്ച തന്നെ എനിക്ക് വേണം പറയും ലക്ഷ്മി ദേവി. അത്രയ്ക്ക് ലക്ഷ്മി ദേവിയുടെ അടുത്ത്, ലക്ഷ്മി ദേവിക്ക് അത്ര ഇഷ്ടമാണ് ഈ പരാശര ഭട്ടർ, പരാശര എന്നുള്ള ഇടിപൊട്ടി, ചെറിയ കുട്ടിയായിട്ടുള്ളപ്പോൾ തന്നെ കൂരത്താഴ്വാൻ്റെ മകൻ. അപ്പോൾ ഈ പരാശര ഭട്ടർ അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് അദ്ദേഹം വലുതായിട്ട് പിന്നീട് ഒരു ബുക്ക് എഴുതി, ശ്രീ ഗുണരത്നകോശം പറഞ്ഞിട്ട്, ലക്ഷ്മി ദേവിയുടെ ഗ്ലോറിയസ് മാത്രം. അതേമാതിരി ശ്രീരംഗരാജസ്തവം പറഞ്ഞ് കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയ ഗ്രേറ്റ് ആചാര്യ, രാമാനുജാചാര്യ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആചാര്യയായിട്ട് വരുന്നതാണ് ഈ പരാശര ഭട്ടർ. പ്രഭുപാദ് അദ്ദേഹത്തെ കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ സുദർശന ആചാര്യ പറഞ്ഞിട്ട് പരാശര ഭട്ടറിനെ പറ്റി ചൈതന്യ ചരിതാമൃത മധ്യലീലയിൽ പറഞ്ഞിട്ടുണ്ട് പ്രഭുപാദ്. അപ്പോൾ ഈ പരാശര ഭട്ടർ ഈ ചെറിയ കുട്ടിയായിട്ടുള്ള 5 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പണ്ഡിറ്റ്, ഒരു വലിയൊരു സ്കോളറായിട്ടുള്ള ഒരാൾ, അയാളുടെ പേര് സർവജ്ഞ. സർവജ്ഞ പറഞ്ഞാൽ എനിക്ക് എല്ലാം അറിയാം, എനിക്ക് അറിയാത്തതൊന്നുമില്ല, അങ്ങനെ ഒരു സർവജ്ഞ, ഒരു വിജയപത്രമൊക്കെ ഇട്ടിട്ട് ആളെ മുന്നിൽ ആളിങ്ങനെ പല്ലക്കിൽ ഇരുന്ന് വരുമ്പോൾ കുതിരയും ആനകളും ഇങ്ങനെ കുറേ വാദ്യങ്ങളും, ഇയാളിങ്ങനെ വലിയ എല്ലാം അറിഞ്ഞ ആളെന്നുള്ള ഭയങ്കര പാണ്ഡിത്യത്തിൻ്റെ ഗർവം കൊണ്ട് ഇങ്ങനെ ഗർവിച്ച് ഇങ്ങനെ ശ്രീരംഗത്തുള്ള സ്ട്രീറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ ചെറിയ കുട്ടിയായിട്ടുള്ള ഈ പരാശരം എന്നുള്ള ഈ കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, മണലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി വിചാരിക്കും, ശ്രീരംഗത്തിൽ വൈകുണ്ഠത്തിലുള്ള നിത്യ ഭഗവാനെ സേവ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ശ്രീരംഗത്തിലുള്ളത്, അവരെ മുന്നിൽ ഇയാൾ ആരാണ്? ഒരു എന്തോ ഒരു കുറച്ചെന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊരു പാണ്ഡിത്യം. പക്ഷേ അതിൻ്റെ ഗർവത്തിൽ ഇയാളിങ്ങനെ ഇത്ര അഹങ്കരിച്ചിങ്ങനെ പോയാൽ എങ്ങനെ? ഇവിടെ രാമാനുചാര്യണ്ട്, കൂറത്താഴ്വാണ്ട്, എത്രയോ വൈകുണ്ഠത്ത് വന്ന് എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇവരെ മുന്നിൽ ഇയാളിങ്ങനെ ഗർവിച്ച് പോയാൽ എന്താണ്? ഈ കുട്ടി ഇങ്ങനെ വിചാരിച്ചിട്ട് പരാശര ആളെ നിർത്തും, പല്ലക്കിന് മുന്നിൽ പോയി ഇങ്ങനെ നിന്നിട്ട്, എന്നാൽ എനിക്കൊരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ എന്ന് ചോദിക്കും. നിനക്ക് എല്ലാം അറിയാമെന്നല്ല പറയുന്നത്, സർവജ്ഞൻ, എല്ലാം അറിയുന്നല്ല പേര് പറയണത്. എന്നാൽ എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയും. എന്താ ചോദിച്ചോ പറയും അയാൾ പല്ലക്കിലിരുന്നിട്ട്. എന്നാൽ കുറേ ഈ പൂരത്താഴ്വൻ്റെ മകനായിട്ടുള്ള പരാശരൻ തറയുന്ന കുറച്ച് മണലിങ്ങനെ കയ്യിലെടുത്തിട്ട്, എൻ്റെ കയ്യിൽ എത്ര തരി മണലുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. എത്ര തരി മണലുണ്ട് എന്ന്. അപ്പോൾ അയാൾ ആലോചിച്ചിട്ട് അന്തം കിട്ടില്ല, എങ്ങനെയാണ് പറയാനുള്ളിൽ എത്ര തരി ഉണ്ടെന്ന്, എങ്ങനെയാണ് കണക്കൂട്ട്, എങ്ങനെയാണ് പറയുക, എല്ലാം അറിയുന്നു പറയും ചെയ്തപ്പോൾ എങ്ങനെയാണ് പറയുക പറഞ്ഞിട്ട് ആൾക്ക് ഒന്നും വാക്ക് കിട്ടാണ്ട് ആളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പരാശര പോയി, ഇതും കൂടെ അറിയില്ല, ഒരു കൈപ്പിടി മണലെന്ന് പറഞ്ഞാൽ പോരെ, ഒരു കൈപ്പിടി ഉള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ അയാൾ തോറ്റ് ഈ പരാശരൻ്റെ അടുത്തൊന്നും വർത്താനം കരണ്ട് ഉടൻ തന്നെ അയാൾ സർവജ്ഞൻ എന്നുള്ള പേരും മാറ്റി അയാൾ കാട്ടിൽ പോയി എന്നാണ് പറയാം. അത്രയ്ക്ക് സ്മാർട്ടായിട്ടാണ് ഉള്ള ഈ പരാശര എന്നുള്ള ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടി ഭയങ്കര വലുതായപ്പോൾ നെക്സ്റ്റ് സന്യാസിയായിട്ട് ആചാര്യനായി മാറി. എന്നിട്ടപ്പോൾ പരാശരൻ ഭയങ്കര ഹമ്പിളായിരിക്കും, വളരെ വിനയമായിരിക്കും. ഒരു ദിവസം രംഗനാഥൻ്റെ മുന്നിൽ നിന്നിട്ട്, ഒരു ദിവസം രംഗനാഥ ടെമ്പിളിൽ ദർശനത്തിന് വേണ്ടി പോയിന്ന്. ആ ദർശനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ടെമ്പിളിലുള്ള പൂജാരികളൊക്കെ അമ്പലമൊക്കെ കഴുകി വെള്ളമൊഴിച്ച് ഫുള്ളിങ്ങനെ കഴുകി വെള്ളം വീണ്ടും ഒഴിച്ച് ഭയങ്കരമായിട്ട് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ഗുണ്ടീച്ച മാർജനം വരുന്നില്ല, അതുപോലെ വലിയ ക്ലീനിങ് ചെയ്യാൻ ടെമ്പിളൊക്കെ. പരാശരപ്പെട്ട സന്യാസി ചോദിച്ചു, എന്താണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ കാരണമെന്ന്. അപ്പോൾ പൂജാരികൾ പറയും, ഒരു അമ്പലത്തിലൊരു നായ അകത്ത് കയറിയപ്പോൾ ടെമ്പിളൊക്കെ കണ്ടാമിനേറ്റായി, അഴുക്കായി, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കഴുകുകയാണെന്ന് പറയുന്നു. അപ്പോൾ പരാശരഭട്ടർ പറയുന്നത്, ഒരു നായ അകത്ത് കയറാനാണ് ഇത്രയും ക്ലീൻ ചെയ്യുന്നത്, ഞാനൊരു നായിനേക്കാളും ലോയസ്റ്റാണ് എൻ്റെ കോൺഷ്യസ്. അപ്പോൾ ഞാൻ അകത്ത് വരുമ്പോൾ എത്ര ടെമ്പിൾ ക്ലീൻ ചെയ്യണമെന്ന് അങ്ങനെ പറയുന്നു പരാശരഭട്ടർ. തന്നെത്താനെ എപ്പോഴും വളരെ ഹമ്പിളായിട്ട്, വളരെ ലോയർ ദാൻ ബ്ലേഡ് ഓഫ് ഗ്രാസ് എന്ന് പറയില്ലേ, തൃണാദഭീസുനീച്ചേന തരോറിവ സഹിഷ്ണുന. നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ വായിച്ചാൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയും, മുനീച്ചെ പാപിഷ്ട, ഞാൻ വന്നിട്ട് ഒരു മലത്തിലുള്ള പുഴുവിനേക്കാളും ലോയസ്റ്റ് എന്ന് പറഞ്ഞ് ചൈതന്യ ചരിതാമൃതത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്. അപ്പം ഇത് ഒരു വൈഷ്ണവന്മാരുടെ ഒരു ഗുണമാണ്, അവരെപ്പോഴും തന്നെത്താനെ എല്ലാത്തിനേക്കാളും താഴ്ന്നതായിട്ടും മറ്റുള്ള ഭക്തന്മാരെയും മറ്റുള്ള ജീവികളെയൊക്കെ തന്നെത്താനെ ഉയർന്നതായിട്ടും കാണും. ഈ ക്വാളിറ്റി ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഈ പരാശര ഭട്ടർ തന്നെ നായിനേക്കാളും ലോയസ്റ്റ് ആയിട്ടാണ് തന്നെ താൻ തിങ്കിങ് ചെയ്യുന്നത്. എങ്ങനെ ഭക്തി വിനോദ് താഗൂർ പാടില്ലേ, തുമിത്തോ താഗൂർ തുമാരോ കുക്കൂർ, നീ എൻ്റെ പ്രഭു ഞാൻ നിൻ്റെ നായി. ഇയാൾ നായിനേക്കാളും ലോയസ്റ്റ് എന്ന് ഭക്തി പരാശര ഭട്ടർ അങ്ങനെ വിചാരിക്കത്ര. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പരാശര ഭട്ടറിൻ്റെ അടുത്ത് ഒരാൾ വന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാട്ടിൽ ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. ആ വേട്ടക്കാരൻ
ഇങ്ങനെ വേട്ടയ്ക്ക് വേണ്ടി കയ്യിൽ അമ്പും പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മുയൽ വന്നു. റാബിറ്റ്, മുയൽ പറയില്ലേ, ആ മുയൽ വന്നപ്പോൾ ഈ വേട്ടക്കാരൻ ബാണെടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, ആ മുയലിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ആ മുയൽ അങ്ങനെ വന്ന് ഈ വേട്ടക്കാരൻ്റെ കാലിലിങ്ങനെ ചുറ്റിയത്, കാലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ മുയലിങ്ങനെ, ചിലപ്പോൾ ചില പട്ടികളോ എന്തെങ്കിലും ജന്തുക്കളൊക്കെ നമ്മളത് ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ കാലിൻ്റെ അടുത്ത് വരില്ലേ, അതുപോലെ ഈ മുയൽ ഈ പരാശര ഭട്ടൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നിന്നപ്പോൾ ഈ വേട്ടക്കാരൻ്റെ മനസ്സ് മാറിയെന്ന്. വേട്ടക്കാരൻ വിചാരിച്ചു, അയ്യോ ഇത് എൻ്റെ അടുത്ത് വന്നു, അപ്പോൾ ഞാൻ ഇതിനെ കൊല്ലൂല പറഞ്ഞാൽ വില്ലും അമ്പും താഴെ ഇട്ടു എന്ന് വേട്ടക്കാരൻ. ഇത്രയും ഈ ആൾ പറഞ്ഞു പരാശര ഭട്ടൻ്റെ അടുത്ത്. ഇത്രയും പറഞ്ഞപ്പോൾ പരാശര ഭട്ടർ അങ്ങനെ തല ചുറ്റി താഴെ വീണു, അൺകോൺഷ്യസ് ആയിട്ട്, ഫുള്ള് കോൺഷ്യസ് ഒന്നുമില്ല, അങ്ങനെ ബോധം കെട്ട് വീണു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് എഴുച്ചൊക്കെ നോക്കിയപ്പോൾ എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പരാശര ഭട്ടർ പറയും, ഈ വേട്ടക്കാരൻ അവൻ്റെ ധർമ്മം കൊല്ലണ തന്നെ ധർമ്മം, കൊല്ലുക എന്നുള്ളത് അവൻ്റെ ഒരു വർക്കാണ്, ഒരു ഡ്യൂട്ടിയാണ്. അങ്ങനെയുള്ള ഒരു വേട്ടക്കാരൻ്റെ അടുത്ത് അവൻ ആ മുയലിനെ കൊല്ലുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആ മുയൽ അവൻ്റെ കാലിൽ വന്ന് വീണപ്പോൾ ഉടൻ തന്നെ അവൻ്റെ മനസ്സ് മാറി, അതിനെ കൊല്ലരുത്, അതിനെ രക്ഷിക്കണം എന്നുള്ളൊരു മനസ്സൊരു വേട്ടക്കാരൻ, ഒരു ദുഷ്ടനായ വേട്ടക്കാരൻ അങ്ങനെ തോന്നിയപ്പോൾ നമ്മളെപ്പോഴാണോ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് കൃഷ്ണൻ കരുണയെ കടലായി, സമുദ്രം പോലത്തെ കരുണ, എപ്പോഴും ഭക്തന്മാരെ രക്ഷിക്കണം എന്നുള്ള അങ്ങനെയുള്ള കൃഷ്ണൻ്റെ കാലിൽ പോയിട്ട് നമ്മൾ, കൃഷ്ണ ഞാൻ നിനക്ക് ശരണാഗതി ആകാനാണ്, ശരണാഗത വത്സല ഞാൻ നിനക്ക് ശരണം പ്രാപിക്കുകയാണെന്ന് ഒരിക്കൽ പറഞ്ഞാൽ ആ ഭഗവാന്റെ ഹാർട്ട് എത്ര മെൽറ്റാവും, നമ്മളെ രക്ഷിക്കണമെന്ന് ഭഗവാൻ എങ്ങനെ തോന്നും. അങ്ങനെ ആ ഭഗവാന്റെ കാരുണ്യത്തെ വിചാരിച്ച് ഞങ്ങൾ തലചുറ്റി വീണതാണ് പറയും പരാശര ഭട്ടർ. പിന്നെ ഒരു ദിവസം പരാശര ഭട്ടർ ഒരു ദിവസം ഇങ്ങനെ രംഗനാഥന് ഒരു ഉത്സവത്തിൽ പരാശര ഭട്ടർ ഈ നമ്പെരുമാൾ, രംഗനാഥൻ്റെ ഉത്സവമൂർത്തിക്ക് നമ്പെരുമാൾ എന്ന് പറയും. ആ ഉത്സവമൂർത്തിക്ക് ലക്ഷ്മി ദേവിമാർ ശൃംഗാരം ചെയ്യും. അതായത് ഒരു മോഹിനി അലങ്കാരം പറയും. വൈകുണ്ഠ ഏകാദശിൻ്റെ മുന്നത്തെ ദിവസം ഡിസംബർ മാസത്തിൽ വരും. അപ്പോൾ അന്നത്തെ ദിവസം രംഗനാഥന് നമ്പെരുമാളിന് ലക്ഷ്മി ദേവിയെ പോലെ വലിയ വലിയ ബാംഗിൾസ്, വളകൾ, ഇങ്ങനെ വലിയ മുടിയൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ ഏലക്ക കൊണ്ടുള്ള മാലകൾ, പിന്നെ ഫുള്ള് ലേഡീസിനുമാരി മൂക്കിൽ ഇവിടെ ഇതും ഫുള്ള് പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ ലേഡീസുമാർ ലക്ഷ്മി ദേവിമാരെയെ ശൃംഗാരം ചെയ്തിട്ട് ഭഗവാനെ മോഹിനി അലങ്കാരത്തിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ് രംഗനാഥന്. അപ്പോൾ എതിരെയുള്ള വഴിയിൽ ഈ പരാശര ഭട്ടങ്ങനെ എതിരിലിങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ എപ്പോഴും നമ്പെരുമാൾ എപ്പോഴും ഈ പരാശര ഭട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഈ പരാശര ഭട്ടനെ കണ്ടിട്ട് രംഗനാഥൻ ചോദിച്ചു, പരാശര, നോക്ക് നീ എപ്പോഴും എൻ്റെ അമ്മ ലക്ഷ്മി എന്ന് എപ്പോഴും പറയില്ലേ, ഇന്ന് എന്നെ കണ്ടെന്ന് നോക്ക്, ഞാൻ എങ്ങനെ ലക്ഷ്മിയെ പോലെ ഇല്ലേ ചോദിക്കുന്നു രംഗനാഥൻ. അപ്പോൾ പരാശര ഭട്ടർ പറയുന്നു, നമ്പെരുമാൾ, എന്നെ കണ്ടാൽ ആസിറ്റായിട്ട് ലക്ഷ്മി ദേവിയെ പോലെ തന്നെ ഉണ്ട്, ഒരു വ്യത്യാസമില്ല, ആസിറ്റീസ് ആയിട്ടുണ്ട്, പക്ഷേ എന്ന് പറയുന്നത്. അപ്പോൾ രംഗനാഥൻ ചോദിക്കും, എന്താണ് പക്ഷേ? ആ ലക്ഷ്മി ദേവിയുടെ ആ കണ്ണിലുള്ള ആ കരുണ, ആ കമ്പാഷൻ, അത് നിൻ്റെ കണ്ണിലില്ലല്ലോ രംഗനാഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും വൈകുണ്ഠ ഏകാദശി സ്വാമി പുറത്ത് വരുന്ന ദ്വാരത്തിൽ ആ മോഹിനി അലങ്കാരത്തിൻ്റെ ഒരു ചിത്രം ഇന്നും നമ്മൾ ഈ ശ്രീരംഗം ടെമ്പിളിൻ്റെ ഉള്ളിൽ കാണാം. പിന്നെ ഒരു ദിവസം പരാശര ഭട്ടർ രംഗനാഥനെ തൊഴാൻ വേണ്ടി പോയപ്പോൾ രംഗനാഥൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അത്ര, ഹേ രംഗനാഥ, ഞാൻ വളരെ ലോയസ്റ്റ്, എൻ്റെ അടുത്ത് ഒരു ഗുണവുമില്ല, ഞാൻ വളരെ ചീത്തയാണ് പറഞ്ഞ് തൻ്റെ ചീത്ത ഗുണങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറയുകയാണെന്ന്. അപ്പോൾ പുറകിൽ നിന്നിട്ട് ഒരാൾ, ഭയങ്കര അസൂയുള്ള ആൾ, പരാശര ഭട്ടരുടെ അടുത്ത് ഭയങ്കര അസൂയയിൽ, സത്യം അതാ പരാശര ഭട്ടർ പണമൊക്കെ സത്യമാണ് പറഞ്ഞിങ്ങനെ ജോക്ക് ചെയ്യണ മാതിരി ഇങ്ങനെ പറയുന്നത്. അതായത് ഇതായിട്ട് അസൂയ കൊണ്ട് പരാശര ഭട്ടർ ഉടനെ അയാളെ കാലിൽ വന്ന് വീണ് നമസ്കരിച്ചിട്ട്, എൻ്റെ തെറ്റുകളെ ഉണർത്താൻ വേണ്ടി നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാണല്ലോ, എത്ര ഗ്രേറ്റാണ് പറഞ്ഞ അയാളെ കാലിൽ വീണപ്പോൾ ഉടൻ തന്നെ അയാളെ മനസ്സ് മാറി, അയാളും പരാശര ഭട്ടറിൻ്റെ ശിഷ്യനായി മാറിയത്. സോ അങ്ങനെയുള്ള പരാശര ഭട്ടർ. പിന്നെ അടുത്തുള്ള കുട്ടിയാണ് വേദവ്യാസ ഭട്ടർ. പക്ഷെ ഇന്നും ആ പരാശര ഭട്ടറിൻ്റെ വംശത്തിൽ വരുന്ന, അവർ സന്യാസിയായി, പക്ഷേ കല്യാണം കഴിച്ചിട്ട് പിന്നെയാണ് അവർ സന്യാസിയായത്. അതുകൊണ്ട് ആ വംശത്തിൽ വരുന്ന കുട്ടികളും അവരെ പരമ്പരത്തെ ആൾക്കാർ ഇന്നും ശ്രീരംഗത്തിൽ നമ്പെരുമാൾ രംഗനാഥന് സേവ ചെയ്യുന്നുണ്ട്. ശ്രീരംഗേശ പുരോഹിതം പരാശര ഭട്ടർ അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട്. ഇപ്പോഴും രംഗനാഥന് ഒരു ദിവസം രാവിലെ വന്ന് പഞ്ചാംഗം വായിക്കുക എന്നുള്ളൊരു പതിവുണ്ട്. അത് പരാശര ഭട്ടറിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്.